ഹലോ, അസ്സലാമലൈക്കും മക്കളെ. ഇന്നിപ്പോൾ നമ്മൾ നേരം വെത്തു. ഇനിയിപ്പോൾ ദോശയൊക്കെ ചുടട്ട് ചായക്ക് വിചാരിച്ച് ദോശ ഇടാൻ നിൽക്കുക കേട്ടോ. എന്ത് കടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് നിന്നാലും എളുപ്പം ദോശമൊക്കെ ചെല്ലുള്ളൂ കേട്ടോ. അപ്പോൾ ദോശച്ചട്ടി എടുക്കുക, ചൂടുക, അങ്ങനെയാണ് ദിവസം കാട്ടുക. അപ്പോൾ ദോശയ്ക്ക് മുട്ടക്കറി ആണ്, അതിക്ക് തേങ്ങാപ്പാലും. എന്നും ഞാൻ തേങ്ങാപ്പാൽ തന്നെ അല്ലേക്ക് ഒഴിച്ചൽ. കാരണം ഏത് കറി തീം വെച്ചാലും വറുത്തരച്ച് പാറ്റെന്നൊക്കെ തോന്നും. പിന്നെ നേരമില്ലാത്തത് കൊണ്ട് എളുപ്പം തേങ്ങാപ്പാലാണ് വാരും. ദോശയും കറിയൊക്കെ റെഡി ആയിട്ട് ഇനി ഞങ്ങൾ ചായ കുടിച്ചിട്ട് കുറച്ച് പണികളുണ്ട് അല്ലി ചില്ലറ എടുക്കാൻ. അപ്പോൾ കണ്ടിയിൽ അളിമാറിൻ്റെ ഉള്ളിൽ എൻ്റെ മക്കൾ ഓരോന്ന് വലിച്ചുകൊണ്ട് പോകേണ്ട കോലാണ് ഈ കാങ്ങണ്ടിട്ട കുമ്പിട്ടും നൂറിനും ഒക്കെ ഉണ്ട് ഓരോന്ന് നിൽക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കട്ടെ വിചാരിച്ച് കണ്ട് നിൽക്കുകയാണ്. അതൊക്കെ വലിച്ചിട്ട് കണ്ടൊന്ന് മടക്കി വെക്കട്ടെ. ഓരോരോ ഡ്രസ്സ് എടുക്കുമ്പോഴൊക്കെ ഓരോരോ വലിച്ചുകൊണ്ടാണ് പോകും. എത്ര മടക്കി വെച്ചാലും കുട്ടികൾ അതിമൊന്ന് വലിച്ചുകൊണ്ടാണ് പെയ്ങ്ങാണ്ടും ഒക്കെ അങ്ങോട്ട് എടുത്തിടും. എത്ര വട്ടമാണ് നന്നാക്കിക്കൊണ്ടെന്നാണ്. എനിക്കാണെങ്കിൽ അവിടെ ഇവിടെയൊന്നും ചമ്മലാക്കി കിടക്കൊണ്ടും കണ്ടുകൂടാ. അപ്പം ഇങ്ങനെ ഏത് നേരം ബൗസായിക്കൊണ്ടിരിക്കും. മക്കളെ ഇങ്ങളും അതിമ ഇങ്ങനെ കിടന്ന് ഇറങ്ങാറാണ്ടല്ല. നമുക്ക് കാണുമ്പോൾ ഒരു പൊറുതിയാടാണ്. അപ്പോൾ ഒരട്ടിയൊക്കെ മടക്കി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ മറ്റേതൊക്കെ വലിച്ചിട്ട് കണ്ട് അതൊന്ന് മടക്കി വെക്കട്ടെ. ഒരു രണ്ടാമതാണ് ഇപ്പോൾ തായി മേലി മടക്കി വെക്കേണ്ടത്. അളിമറന്നെ പൂരാനും കാലയിക്കണം. അതിൽ ഇടുണ്ടുണ്ട് ഇടാത്തുണ്ട്. ഒക്കെ മക്കൾ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒക്കെ അതിൽ കുത്തി തിരി വെക്കും. അപ്പം ഇനി ഇടാത്തൊക്കെ ഇങ്ങോട്ട് വേറിച്ച് എടുത്തക്കാലോ വിചാരിച്ച്. അപ്പോൾ തുണികളൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി അളിമാരുടെ മോള് കണ്ടില്ല നിങ്ങൾ, അതൊക്കെ ഇങ്ങനെ അടിച്ച് കയറ്റും. അതിൻ്റെ സൂസും മേലെ കുറേ പെട്ടിയും കണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചിട്ട് കണ്ട് ഇനി ഒന്ന് അവിടെ ഒന്ന് നന്നാക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി മെഫിമോനും വന്നോക്കണം കേട്ടോ നന്നാക്കാൻ. എൻ്റെതോ മക്കളെ എന്തിനാ ഇതൊക്കെ? ഈ അളിമാറിയുണ്ട്, ഇതിന്മേൽ ഒരു 1000 സാധനങ്ങളും അതൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഈ അളിമാരൊക്കെ നക്കാന് ഇതേപോലെ കൊണ്ട് പെട്ടിയൊക്കെ അത് ഇതിലൊക്കെ പേരക്കുട്ടീനെ മേക്കപ്പും ഇതൊക്കെയാണേലോ. ഓരോരോ പിരാന്താണ് ആ കുട്ടിക്ക്. ഇതുണ്ട, ഇതൊക്കെ ഇങ്ങനെ അളിമാരുടെ മോള് കൊടുന്നിടുക. ഏതേലും അവിടെ എടുക്കട്ടെ. മക്കളെ കൊടുന്ന് വെച്ചിക്കണോക്കാ നിങ്ങൾ. ഇതണ്ട ഒക്കെ തേച്ച് കാതെ ഇവിടെ കൊടുന്ന് വെക്കും എൻ്റെ പേരക്കുട്ടി. പിന്നെ ഞാനിത് ഇതൊക്കെ ഇനിയിപ്പോൾ ഞാൻ ഒന്ന് തേച്ച് വെക്കി വെക്കണം. അപ്പോൾ അതിനിടാണ്ടാവും. ഞാൻ തേച്ച് വെക്കി വെച്ച ഓർത്തു ഒക്കെ കേടന്ന് നോക്കണു കായ് എടുത്ത് കൊണ്ട്. മക്കളെ അളിമരൊക്കെ ഒക്കെ ബൗസാക്കിയിട്ടാ. ഇപ്പം അത് അടച്ചു. ഇനിയിപ്പോൾ മോൻ്റെ റൂമിൽ ഫാന ഒന്ന് തുടക്കട്ടെ വിചാരിച്ച് കണ്ടൊക്കെ പൊടി അറിയിക്കണം. ഓനെപ്പോഴും അലർജി പിടിച്ചു. അപ്പോൾ ആ പൊടി ഒന്ന് തട്ടട്ടെ വിചാരിച്ച് കണ്ട് ഫാൻ തട്ടലൊക്കെ കഴിഞ്ഞ് കണ്ട് ജനാലി ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ വിചാരിച്ചു. അപ്പോൾ വാതിൽ പൊളിയാളും ഒന്ന് തുടക്കട്ടെ. 2-3 ദിവസമായില്ലേ വെയിലായിട്ട്. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് പാറിയിട്ട് അപ്പോൾ അതൊന്ന് തുടച്ചിടട്ടെ. മാറാലൊക്കെ ഇന്നലെ തട്ടിക്കണു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി അവൊക്കെ ഒന്ന് തുടക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഇനി തിരുമ്പാൻ. കുറച്ചൊക്കെ ഞാനാണ് തുടക്കട്ടെ എന്നുണ്ട്. പിന്നെ ബാക്കി മരുവോൾ തുടച്ചോളും. നേരം വെളുത്തുകാണ്ട് ഞാൻ തുടച്ചിട്ടാൽ പിന്നെ നമ്മൾ പകുതി പണി കഴിഞ്ഞു. ഈ തുടക്കാഞ്ഞാൽ അന്നത്തെ കാര്യം പോക്കാം. അപ്പോൾ ഇത് വൈകുന്നേരത്തെ മക്കളെ ഈ വീഡിയോ കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഓൽക്കൊടി ചൂട്ട് കത്തിച്ചാൻ വേണ്ടി എടുത്തു വിടുന്നപ്പോൾ നീളമുള്ള ഓൽക്കൊടി ഉണ്ട്. അപ്പോൾ അതിമന്ന് ഈർക്കിളി ചീന്തട്ടെ വിചാരിച്ച് കാണ്ട് ചീന്തുകയാണ്. നീളമുള്ള കൊടി കാണുമ്പോൾ പിന്നെ ചെറു പൊറുതിയേടാണ്, കത്തിച്ചാൻ തോന്നൂല. അപ്പോൾ അത് ഞാൻ മുറ്റത്ത് തന്നെ കാണാണ് ഇത് ചീന്തുണ്ട്. അപ്പോൾ ഓനും വേണണ്ട് ഇറങ്ങുക. ഷൂസ് ഇട്ട് മണ്ടുകയാണ്. അപ്പോൾ പാറപ്പുറത്തൊക്കെ പോകും. അപ്പോൾ ചൂലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ മരോളോട് പറഞ്ഞു ഇപ്പോഴത്തെ ചായ ഉണ്ടാക്കിയതിനോട് എത്തും കടിയില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മളാ പണ്ടത്തെ അമർദ്ദനെ തന്നെ എടുത്തു. എന്നിട്ട് അത് തേങ്ങയും പഞ്ചാരയൊക്കെ ഇട്ടുകാണ്ട് വിരകുകയാണ്. ഞങ്ങൾ ചായക്ക് കടി വിട്ടാലോ വിചാരിച്ച് കാണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിക്കാണ്ട് ഞങ്ങൾ ചായ കുടിച്ചിട്ടോ മക്കളെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ തരിട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യിട്ടോ മക്കളെ. പറയാൻ പുടാടൊന്നുമില്ല മക്കളെ. അടുത്ത വീഡിയോയിൽ കാണട്ടോ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.